നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ പരിപാടികൾ ഒരുക്കി കോൺഗ്രസ്. അളഗപ്പനഗർ പഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ കെ രാജേശ്വരിക്ക് വാഹനാപകടത്തിൽ പരിക്ക്. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ പോലീസ് പിടികൂടി. അറസ്റ്റിലായത് നെല്ലായി സ്വദേശി. ലക്ഷം തൊട്ട് സ്വർണ്ണവില. പവന് 1,01,600 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 12,700 രൂപ. വിശദമായ വാർത്തകളിലേക്ക്. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ചരമവാർഷിക ദിനം ആചരിച്ച് കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റി. DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു. സുനിൽ മുളങ്ങാട്ടുകര അധ്യക്ഷത വഹിച്ചു. ഷെന്നി പനോക്കാരൻ, സന്ദീപ് കണിയത്ത്, സുന്ദരി മോഹൻദാസ്, പോൾസൺ തെക്കുപീടിക തുടങ്ങിയവർ പ്രസംഗിച്ചു. കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡർ കെ കരുണാകരൻ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ഭാരവാഹികളായ പ്രവീൺ M. കുമാർ, ലിൻഡോ പള്ളിപ്പറമ്പൻ, CH സാദത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ മിനി, നൂർജഹാൻ നവാസ്, നൈജോ ആൻഡോ, PC വേലായുധൻ, ജോണി കൊട്ടേക്കാടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ബ്ലോക്ക് ഭാരവാഹികളായ പ്രവീൺ M. കുമാർ, ലിൻഡോ പള്ളിപ്പറമ്പൻ, CH സാദത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ മിനി, നൂർജഹാൻ നവാസ്, നൈജോ ആൻഡോ, PC വേലായുധൻ, ജോണി കൊട്ടേക്കാട്ടുകാരൻ എന്നിവർ പ്രസംഗിച്ചു. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് നിന്ന് കൈക്കൂലി വാങ്ങിയ പണവുമായി എക്സൈസ് ഇൻസ്പെക്ടറെ വിജിലൻസ് സംഘം പിടികൂടി. ചാലക്കുടി എക്സൈസ് റേഞ്ച് ഓഫീസിലെ റേഞ്ച് ഇൻസ്പെക്ടർ വലക്കാവ് സ്വദേശി CU ഹരീഷാണ് പിടിയിലായത്. പരിശോധനാ സംഘത്തെ കണ്ട് ഇയാൾ കാറിൽ നിന്നും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ 32,500 രൂപയും വിജിലൻസ് സംഘം കണ്ടെടുത്തു. ഹരീഷ് ബാർ ഉടമകളിൽ നിന്നും കള്ളുഷാപ്പ് കോൺട്രാക്ടർമാരിൽ നിന്നും മാസപ്പടിയായി തുക കൈപ്പറ്റാറുണ്ടെന്നും ഇയാൾ താമസിക്കുന്ന ഫ്ളാറ്റിൽ നിന്ന് വീട്ടിലേക്ക് കാറിൽ പോകുന്ന ദിവസങ്ങളിൽ വഴിയിൽ വെച്ചാണ് കൈക്കൂലി വാങ്ങാറുള്ളതെന്നും വിജിലൻസിന് വിവരം ലഭിച്ചിരുന്നു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 1 മാസമായി വിജിലൻസ് ഹരീഷിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഹരീഷ് ബാർ ഉടമകളിൽ നിന്നും വാങ്ങിയ തുകയുമായി വീട്ടിലേക്ക് പോകുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇയാൾ സഞ്ചരിച്ചിരുന്ന വാഹനം പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് വെച്ച് വിജിലൻസ് മിന്നൽ പരിശോധനാ സംഘം തടയുകയായിരുന്നു. ഈ സമയം ഹരീഷ് വാഹനത്തിൽ സൂക്ഷിച്ചിരുന്ന തുക കാറിന് പുറത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് 6:30 സംഭവം. അളഗപ്പനഗർ പഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ കെ രാജേശ്വരിക്ക് വാഹനാപകടത്തിൽ പരിക്ക്. ചൊവ്വാഴ്ച രാവിലെ വീടിന് സമീപത്താണ് അപകടമുണ്ടായത്. വിറക് കയറ്റി വന്ന പിക്കപ്പ് രാജേശ്വരി സഞ്ചരിച്ച സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. തലയിൽ പരിക്കേറ്റ രാജേശ്വരിയെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. നെല്ലായി ആലത്തൂർ കുറുവത്ത് വീട്ടിൽ ആദർശിനെയാണ് 6 മാസത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിർത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇയാൾ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ചു. ആലത്തൂർ സാംബശിവ നഗറിന് സമീപത്തു നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. ആദർശ് കൊടകര പോലീസ് സ്റ്റേഷനിൽ 1 വധശ്രമ കേസും 2 അടിപിടി കേസും സ്ത്രീയെ മാനഹാനി വരുത്തുന്ന രീതിയിൽ ആക്രമിച്ച കേസും അടക്കം 6 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ PK ദാസ്, സബ് ഇൻസ്പെക്ടർ പോൾസൺ, GSI ബിനോയ്, ASI ഗോകുലൻ, സിവിൽ പോലീസ് ഓഫീസർ ഡെനിൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ക്രിസ്മസ് വിശേഷങ്ങളുമായി ജിംഗിൾ ബെൽസ്. ക്രിസ്മസിന്റെ സന്ദേശവുമായി സാന്താക്ലോസിനൊപ്പം പാട്ടും നൃത്തവുമായി എത്തുന്ന കരോൾ സംഘങ്ങൾ ക്രിസ്മസ് നാളുകളിലെ ആഘോഷ കാഴ്ചയാണ്. കൈനിറയെ ക്രിസ്മസ് സമ്മാനങ്ങളുമായി സാന്താക്ലോസിനൊപ്പം ക്രിസ്മസ് ഗാനങ്ങളുടെ ഈരടികൾക്ക് ചുവടുവെച്ച് കരോൾ സംഘങ്ങൾ വീടുകളിൽ എത്തിത്തുടങ്ങി. ക്രിസ്മസ് രാവുകളെ സംഗീതസാന്ദ്രമാക്കുന്ന ഇത്തരം പാട്ട് സംഘങ്ങൾ നാടിന്റെ കൂട്ടായ്മയുടെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. സ്തുതിയുടെയും സന്തോഷത്തിന്റെയും ഗാനം എന്നാണ് കരോൾ എന്ന വാക്കിന്റെ അർത്ഥം. AD 129 മുതൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി കരോൾ ഗാനങ്ങൾ എഴുതി തുടങ്ങിയിട്ടുണ്ട്. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിന്റെ ജനനം ആട്ടിടയന്മാരെ അറിയിച്ച മാലാഖമാരുടെ ഓർമ്മപ്പെടുത്തലാണ് കരോൾ സംഘങ്ങൾ. പ്രസിദ്ധമായ പഴയകാല കരോൾ ഗാനങ്ങൾക്കൊപ്പം
പുതുതലമുറയിലെ ഗാനങ്ങൾ കൂടി കോർത്തിണക്കി നൃത്തച്ചുവടുമായി വീട് വീടാന്തരം കയറിയിറങ്ങി കരോൾ സംഘങ്ങൾ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ സന്തോഷം പങ്കിടുന്നു. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് ക്രിസ്മസ്. നക്ഷത്രങ്ങൾ വഴികാട്ടുന്ന ക്രിസ്മസ് രാവുകളിൽ ആ സ്നേഹ സന്ദേശവുമായി കരോൾ സംഘങ്ങൾ പ്രയാണം തുടരുന്നു. ക്രിസ്മസ് അവധിക്കായി സംസ്ഥാനത്തെ സ്കൂളുകൾ അടച്ചു. ഇനി ജനുവരി 5-നാണ് തുറക്കുക. ഇത്തവണ 12 ദിവസമാണ് അവധി. ജനുവരി 2-ന് മന്നം ജയന്തി അവധിയും തുടർന്ന് ശനിയും ഞായറും ആയതിനാലാണ് അവധി ജനുവരി 4 വരെ നീണ്ടത്. +1-ലും +2-ലും ശേഷിക്കുന്ന ഓരോ പരീക്ഷകൾ ജനുവരി 6-ന് നടക്കും. +2 ഹിന്ദി ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് മാറ്റിവെച്ച പരീക്ഷ ജനുവരി 5-ന് ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുക. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ ക്രിസ്തുമസിന്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യത്യസ്തമായ രീതിയിലുള്ള ക്രിസ്തുമസ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ഐക്യരാഷ്ട്രസഭ വിഭാവനം ചെയ്ത എല്ലാവർക്കും വില കുറഞ്ഞതും വിശ്വസനീയവും സുസ്ഥിരവും ആധുനികവുമായ ഊർജ്ജ ലഭ്യത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കോളേജിലെ എനർജി ക്ലബ് അംഗങ്ങളായ വിദ്യാർത്ഥികൾ നിർമ്മിച്ച 50 LED ബൾബുകൾ കൊടകര ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡ് മെമ്പർ സ്മിത മനോജ് ഏറ്റുവാങ്ങി. വീടുകയറി ആക്രമണം നടത്തിയ കേസിലെ പിടികിട്ടാപ്പുള്ളിയെ പിടികൂടി. എടതിരിഞ്ഞ് കൊച്ചുകടവ് സ്വദേശി പള്ളായി വീട്ടിൽ സുരേഷ് ലാലാണ് അറസ്റ്റിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത്. 2019 ജൂൺ 30-ന് ഇരിങ്ങാലക്കുട കാട്ടൂർ പടിയൂർ ചാമുമാത്ര സ്വദേശി മദേനി വീട്ടിൽ 65 വയസ്സുള്ള സുമതിയുടെ വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ച് കയറി വീട്ടിലെ വാതിലും ഷീറ്റുകളും നശിപ്പിച്ച് നാശനഷ്ടം വരുത്തിയ കേസിലാണ് അറസ്റ്റ്. ഈ കേസിൽ അറസ്റ്റിലായി കോടതി നടപടികളിൽ സഹകരിക്കാതെ ഒളിവിൽ പോയതിനെ തുടർന്ന് ഇയാളെ പിടികൂടുന്നതിനായി ഇരിങ്ങാലക്കുട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പിടികിട്ടാപ്പുള്ളി വാറണ്ട് പുറപ്പെടുവിക്കുകയായിരുന്നു. ഈ വാറണ്ട് പ്രകാരമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ GSI തുളസിദാസ്, CPOമാരായ രഞ്ജിത്ത്, വിപിൻ, സുനിൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്ക്. 1 പവൻ സ്വർണത്തിന് 1,16,600 രൂപയായി. 1 ഗ്രാം സ്വർണം വാങ്ങണമെങ്കിൽ 12,700 രൂപ നൽകണം. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ്. IHRD വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ PSC അംഗീകൃത ലൈബ്രറി സയൻസ് DCA PGDCA കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ലൈബ്രറി സയൻസ് കോഴ്സിലേക്ക് SSLCയും DCA കോഴ്സിലേക്ക് +2, PGDCA കോഴ്സിലേക്ക് ഡിഗ്രിയുമാണ് യോഗ്യത. താല്പര്യമുള്ളവർ ഡിസംബർ 31-ന് മുൻപായി ഓൺലൈനായി നേരിട്ടും അപേക്ഷകൾ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8547005022 9496217535. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 12,670 രൂപയും പവന് 1,01,360 രൂപയും രേഖപ്പെടുത്തി. വരന്തരപ്പള്ളി വടക്കുമുറി കവലക്കാട്ട് പടിഞ്ഞാറെ വീട്ടിൽ ദേവസിയുടെയും റോസിയുടെയും മകൻ ബിജു അന്തരിച്ചു. 50 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സോണിയാണ് ഭാര്യ. മക്കൾ ബ്രിയോൺ, സെഫറോസ്, ബെറിക്. പ്രധാന വാർത്തകൾ വീണ്ടും. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ പരിപാടികൾ ഒരുക്കി കോൺഗ്രസ്. അളഗപ്പനഗർ പഞ്ചായത്ത് 2-ാം വാർഡ് മെമ്പർ കെ രാജേശ്വരിക്ക് വാഹനാപകടത്തിൽ പരിക്ക്. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ പോലീസ് പിടികൂടി. അറസ്റ്റിലായത് നെല്ലായി സ്വദേശി. ലക്ഷം തൊട്ട് സ്വർണ്ണവില. പവന് 1,01,600 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 12,700 രൂപ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.